ഗുഡ് ഈവനിങ് എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾസ് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിളും രണ്ടാമത്തത് ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ. അപ്പം ഈ ടേബിളുകൾ എന്താന്ന് പറയുന്നതിന് മുന്നേ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുന്നതാണ് കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഞാനിവിടെ ഒരു ഫ്രീക്വൻസി ടേബിൾ എടുത്ത് നോക്കിയപ്പോൾ ഇതിനകത്ത് 60 കുട്ടികളുടെ വെയ്റ്റ്സും അതുപോലെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിയാണുള്ളത്. അവർക്ക് ഇവിടെ തന്നേക്കുന്നത് വെയ്റ്റ്സ് എല്ലാം വെയ്റ്റ്സിന്റെ എല്ലാ ഫോം എന്ന് പറയുന്ന ക്ലാസ്സിലാണ്. ഓരോ 30 തൊട്ട് 35 വരെ, 35 തൊട്ട് 40 വരെ, അങ്ങനെ ക്ലാസ്സസ് ആയിട്ടാണ് തന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ടേബിളാണ്. അപ്പം ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ടേബിളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ അതുപോലെ തന്നെ ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെയാണ് എഴുതുന്നത് എന്നാണ് ഞാൻ ഈ വീഡിയോ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ആദ്യമേ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ടേബിളിനകത്ത് നമ്മൾ എഴുതുന്നത് അപ്പർ ബൗണ്ടും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിളുമാണ് എഴുതുന്നത്. ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ. അപ്പോൾ ഓർക്കുക, ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിളിനകത്ത് നമ്മൾ എഴുതുന്നത് അപ്പർ ബൗണ്ടാണ്. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് എഴുതുന്നത്. ഓക്കെ. അപ്പം അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ അപ്പർ ലിമിറ്റ് തന്നെ. ഇപ്പം ഇവിടെ 30 തൊട്ട് 35 ഈ ക്ലാസിന്റെ അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് 35ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 35ആണ്. ഞാൻ ആദ്യമേ അപ്പർ ബൗണ്ട് എല്ലാം എഴുതാം. രണ്ടാമത്തെ ക്ലാസ് 35 തൊട്ട് 40 വരെയാണ്. അപ്പോൾ അതിന്റെ അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് 40ആണ്. അടുത്ത ക്ലാസ് 40 തൊട്ട് 45 വരെയാണ്. അപ്പോൾ അതിന്റെ അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് 45ആണ്. അടുത്ത 45 തൊട്ട് 50 വരെയാണ്. അപ്പോൾ അതിന്റെ അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് 50ആണ്. അടുത്തത് 50 തൊട്ട് 55 വരെയാണ്. അപ്പോൾ അതിന്റെ അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് 55ആണ്. അടുത്തത് 55 തൊട്ട് 60 വരെയാണ്. അപ്പോൾ അതിന്റെ അപ്പർ ബൗണ്ട് 60ആണ്. അടുത്തത് 60 തൊട്ട് 65 വരെയാണ്. അതുകൊണ്ട് അപ്പർ ബൗണ്ട് 65ആണ്. അടുത്ത 65 തൊട്ട് 70 വരെയാണ്. സോ അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് 70ആണ്. അടുത്ത 70 തൊട്ട് 75 വരെയാണ്. അപ്പോൾ അതിന്റെ അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് 75ആണ്. അടുത്ത 75 തൊട്ട് 80 വരെയാണ്. സോ അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് 80ആണ്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഈ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ വാല്യൂ 35ആണ്. ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് വെച്ചാലും 35 താഴെ എത്ര എണ്ണം ഉണ്ട്. തന്നിരിക്കുന്ന ഡേറ്റ 30നും 35നും ഇടയിലുള്ള 3 എണ്ണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ അപ്പർ ലിമിറ്റ് തന്നെയാണ് തൊട്ടടുത്ത ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആയിട്ട് വരുന്നെങ്കിൽ 35 എന്ന് പറയുന്ന വാല്യൂ നമ്മളെ ഡേറ്റയിൽ ഉണ്ടെങ്കിൽ ആ 35 ഇൻക്ലൂഡ് ചെയ്യുന്ന രണ്ടാമത്തതിനകത്താണ്. അതായത് ഈ 35 തൊട്ട് 40 വരെയുള്ള ഡേറ്റയ്ക്കകത്താണ് 35 എന്നുള്ള ഡേറ്റ നമ്മൾ തന്നിരിക്കുന്ന ഡേറ്റയിൽ 35 എന്ന് പറയുന്ന വാല്യൂ ഉണ്ടെങ്കിൽ അത് വരുന്നത് ഈ രണ്ടാമത്തെ ക്ലാസ്സിനകത്തായിരിക്കും. അതുകൊണ്ട് ഇതിനകത്ത് ഈ 30 തൊട്ട് 35 വരെയുള്ള ക്ലാസ്സിനകത്ത് എപ്പോഴും 35 താഴെയുള്ള വാല്യൂസ് മാത്രമേ വരത്തുള്ളൂ. അപ്പം 35 താഴെയുള്ള വാല്യൂസ് എന്ന് പറയുന്നത് എത്ര എണ്ണമാണ്? 35 താഴെയുള്ളതെന്ന് വെച്ചാൽ 3 എണ്ണമാണ്. അപ്പം ആ 3 അതുപോലെ എഴുതുക. അടുത്തത് 40ആണ്. അപ്പം നമുക്ക് എഴുതാനുള്ളത് 40 താഴെയുള്ളതാണ്. നമുക്കറിയാം 35 തൊട്ട് 40 വരെയുള്ളതിനകത്ത് 35നും 40 താഴെയുള്ളതുമുണ്ട്. എന്നാൽ 40 താഴെയുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ 30 തൊട്ട് 35 വരെയുള്ള ഡേറ്റയും 40 താഴെയാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ടെണ്ണം കൂടെ ആഡ് ചെയ്താണ് എഴുതേണ്ടത്. അതായത് 5 + 3, അതായത് 8 എന്ന് കിട്ടും. 45 എടുത്ത്. അപ്പൊ 45 താഴെയുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് 40 തൊട്ട് 45 വരെയുള്ള ഡേറ്റയും വരും, 35 തൊട്ട് 40 വരെയുള്ള ഡേറ്റയും വരും, അതുപോലെ തന്നെ 30 തൊട്ട് 35 വരെയുള്ള ഡേറ്റയും വരും. അപ്പൊ ഈ 3 ഫ്രീക്വൻസീസും കൂടെ ആഡ് ചെയ്യുന്നതാണ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പം 8ന്റെ കൂടെ വീണ്ടും 5 കൂട്ടുക, അപ്പം 13 എന്ന് കിട്ടും. അടുത്തതും ഇതുപോലെ തന്നെ അടുത്തത് 50 താഴെയുള്ളതെന്ന് വരുമ്പോഴത്തേക്ക് ആദ്യത്തെ 4 ഫ്രീക്വൻസീസ് ആണ് ആഡ് ചെയ്ത് പോകേണ്ടത്. അപ്പം 3 എണ്ണം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, 13. അതിനൂടെ ലാസ്റ്റത്തെ ക്ലാസ്സിന്റെയും കൂടെ ആഡ് ചെയ്താൽ മതി. 13ഉം 12ഉം കൂടെ കൂട്ടുമ്പോൾ 25. അടുത്തതും അതുപോലെ തന്നെ വീണ്ടും 13 ആഡ് ചെയ്യും. അപ്പൊ 25ഉം 13ഉം 38. വീണ്ടും അടുത്ത ഫ്രീക്വൻസി ആഡ് ചെയ്യും. 38ഉം 8ഉം 46. അടുത്തത്
7 46 7 53. അടുത്തത് 5 അപ്പൊ 53 5 58. അടുത്ത 1 59. അടുത്തത് 1 അപ്പൊ 60. ഓർക്കുക, നമ്മളെ ഇവിടുത്തെ ലാസ്റ്റ് കിട്ടുന്ന ഫ്രീക്വൻസിയും നമ്മുടെ ഫ്രീക്വൻസീസിന്റെ സമ്മും ഒരു സംഖ്യ തന്നെയാണ് കിട്ടേണ്ടത്. അപ്പൊ നമുക്കിവിടെ 1 തന്നെ കിട്ടി. അപ്പൊ ഇതെന്ന് പറയുന്നതാണ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ. ഒന്നുകൂടെ പറയാം, ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിളിനകത്ത് നമ്മൾ അപ്പർ ബൗണ്ടും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് എഴുതുന്നത്. ഇത് പാടൊന്നുമില്ല, സക്സസീവായിട്ട് ആഡ് ചെയ്ത് പോവുകയാണ് ഫ്രീക്വൻസീസ്. ഓക്കെ, ഇനി നമുക്ക് ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ നോക്കാം. അപ്പം നമ്മൾ പറഞ്ഞു ലെസ് ദാനകത്ത് അപ്പർ ബൗണ്ടാണ്. അപ്പോൾ ഓർക്കുക, ഗ്രേറ്റർ ദാനകത്ത് നമ്മൾ എഴുതുന്നത് ലോവർ ബൗണ്ടാണ്. അപ്പം ലോവർ ബൗണ്ട്, എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് എഴുതുന്നത്. ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഓക്കെ, അപ്പം നമ്മൾ ആദ്യമേ ലോവർ ബൗണ്ടുകൾ എഴുതുകയാണ്. അപ്പം ആദ്യത്തെ ക്ലാസ്സിൽ ലോവർ ബൗണ്ട് അറിയാം, 30 35 ലോവർ ബൗണ്ട് 30 അപ്പം 30 എഴുതി. അടുത്ത ക്ലാസ് 35 40 ലോവർ ബൗണ്ട് 35. അടുത്ത 40 45 40. അടുത്ത 45 50 45. അടുത്ത 50 55 50. അടുത്തത് 55 60 55. അടുത്തത് 60 65 60. 65 70 65. 70 75 70. 75 80 75. ഇത് ഇത്രയാണ് എഴുതാം. ഓക്കെ, പക്ഷേ ഇനി അടുത്ത് നമുക്ക് എഴുതേണ്ടത് ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. അതിന് നമുക്ക് ടോട്ടൽ എത്ര എണ്ണം ഉണ്ടെന്ന് അറിഞ്ഞിരിക്കണം. ടോട്ടൽ നമുക്കിപ്പോൾ ഇവിടെ കേസിൽ അറിയാം 60 ആണെന്നുള്ള കാര്യം. അപ്പം ഇനി ഈ കോളത്തിൽ എഴുതേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ലോവർ ബൗണ്ട് 30. ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് വെച്ചാൽ 30 കൂടുതൽ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പം തന്നിരിക്കുന്ന ഡേറ്റ 60 എണ്ണമാണ്. നമ്മൾ അസ്യൂം ചെയ്യുന്നു എല്ലാ 30, അപ്പം തന്നിരിക്കുന്ന ഡേറ്റ എല്ലാം 30 കൂടുതലാണ് എന്ന് അസ്യൂം ചെയ്യുകയാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ ഫസ്റ്റ് വരുന്നത് 60 എന്ന് വരും. ഓർക്കുക, ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിളിൽ 30 കൂടുതലുള്ള എത്ര ഡേറ്റ ഉണ്ടെന്ന് ചോദിച്ചേക്കാണ്. അപ്പം തന്നിരിക്കുന്നതിനകത്തെല്ലാം 30 തൊട്ടുള്ള ഡേറ്റകളാണ് നമുക്കുള്ളത്. 30 തൊട്ട് 80 വരെയുള്ള ഡേറ്റകളാണ് ഈ തന്നിരിക്കുന്നതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ 30 കൂടുതലായിട്ടുള്ളതാണ് ഈ ടോട്ടൽ ഡേറ്റയായ 60. അതുകൊണ്ട് ആദ്യമേ 60 എന്ന് തന്നെ എഴുതുകയാണ്. അടുത്ത എഴുതുന്നത് 35 കൂടുതൽ എത്ര എണ്ണം ഉണ്ടെന്നാണ്. അപ്പം 35 കൂടുതൽ എത്ര എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഈ 30 തൊട്ട് 35 വരെയുള്ള ഡേറ്റ നമ്മൾ കുറയ്ക്കണം. കാരണം ആ ഡേറ്റ എന്ന് പറയുന്നത് 35-നേക്കാൾ ചെറുതാണ്. അപ്പം നമ്മൾ ഇവിടെ എഴുതുന്നതെന്ന് വെച്ചാൽ 60-നകത്തുനിന്ന് 3 കുറച്ചിട്ടുള്ളതാണ് എഴുതുന്നത്, അതായത് 57. അടുത്തത് 40 താഴെ എത്ര എണ്ണം ഉണ്ട്. 40 താഴെ ആകുമ്പോഴത്തേക്ക് ഈ 2 ഫ്രീക്വൻസി കുറയ്ക്കണം. കാരണം ഇത് രണ്ടെന്ന് വെച്ചാൽ 40 താഴെ ഉള്ളതാണ്. അപ്പം 40 കൂടുതലുള്ളത് വേണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് രണ്ടും കുറയ്ക്കണം. അപ്പം നമ്മളിപ്പോൾ ഓൾറെഡി 3 കുറച്ചിട്ടുണ്ട്, 57 ഇട്ടിട്ടുണ്ട്. ആ 57-ൽ നിന്ന് വീണ്ടും 5 കുറച്ചിട്ട് എഴുതുക, അതായത് 52 എന്ന് കിട്ടും. അടുത്ത ഫ്രീക്വൻസി എന്ന് വെച്ചാൽ 45 കൂടുതലുള്ളതാണ്. അപ്പം 45 കൂടുതലുള്ളത് ഏതാന്ന് ചോദിച്ചാൽ ഈ 3 എണ്ണം വരത്തില്ല. അപ്പം 52-ൽ നിന്ന് വീണ്ടും കുറയ്ക്കുക, 5 കുറയ്ക്കുക. 52-ൽ നിന്ന് 5 പോയാൽ ബാക്കി 47. അടുത്ത ഡേറ്റ് അങ്ങനെ തന്നെ 47-ൽ നിന്ന് അതിനും തൊട്ട് മുന്നിലത്തെ ഫ്രീക്വൻസി വരെ കുറയ്ക്കണം. അപ്പം 12 കൂടെ കുറയ്ക്കേണ്ടി വരും. 47-ൽ നിന്ന് 12 പോയാൽ ബാക്കി 35. അടുത്ത ഫ്രീക്വൻസിയാണ് 35-ൽ നിന്ന് വീണ്ടും 13 കുറയ്ക്കുക, അപ്പോഴത്തേക്ക് 22 എന്ന് കിട്ടും. അടുത്ത 60-ന്റെ കിട്ടാൻ 22-ൽ നിന്ന് 8 കുറയ്ക്കുക, അപ്പം 14 എന്ന് കിട്ടും. അടുത്തത് കിട്ടാൻ വേണ്ടി 14-ൽ നിന്ന് 7 കുറയ്ക്കുക, അപ്പം 7 എന്ന് കിട്ടും. അടുത്തത് 7-ൽ നിന്ന് 5 കുറയ്ക്കുക, അപ്പം 7-ൽ നിന്ന് 5 കുറയ്ക്കുമ്പോഴത്തേക്ക് ബാക്കി 2 എന്ന് കിട്ടും. അടുത്ത കിട്ടാൻ വേണ്ടി 2-ൽ നിന്ന് 1 കുറയ്ക്കുക, അപ്പോഴത്തേക്ക് 1 എന്ന് കിട്ടും. അപ്പം ഇങ്ങനെയാണ് ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഇപ്പം ഞാൻ ഈ വീഡിയോ കൂടെ ഡിസ്കസ് ചെയ്തത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ എന്ന് പറയുന്ന സെക്ഷനാണ്. നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യം, ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിളിനകത്ത് എന്താണ് എടുക്കുന്നത്, അപ്പർ ബൗണ്ട്. ലെസ് ദാനകത്തോർക്ക് അപ്പർ ബൗണ്ടും ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിളും, ഗ്രേറ്റർ ദാനകത്ത് എന്താണ് എടുക്കുന്നത്, ലോവർ ബൗണ്ടും അതുപോലെ തന്നെ ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിളും.
ലെസ് ദാനകത്ത് ലെസ് ദാൻ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിളും ഗ്രേറ്റർ ദാനകത്ത് ഗ്രേറ്റർ ദാൻ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിളാണ് എടുക്കുന്നത്. പക്ഷേ ലെസ് ദാനകത്ത് എടുക്കുന്നത് അപ്പർ ബൗണ്ടും ഗ്രേറ്റർ ദാനകത്ത് എടുക്കുന്നത് ലോവർ ബൗണ്ടും. ഇത്രയും കാര്യം അറിഞ്ഞിരുന്നാൽ മതി. താങ്ക് യു.